അതെ, ദേവൂട്ടി പറഞ്ഞതാ ശരി. ഇത് ദേവിയുടെ കരുതല, അല്ലാതെ നമുക്ക് അവകാശപ്പെട്ടതല്ല. അവകാശപ്പെട്ട ഒരാൾക്ക് വേണ്ടിയാവും അവരിത് നമ്മളെ ഏൽപ്പിച്ചു പോയത്. അതുകൊണ്ട് ഇത് സ്വന്തമാക്കാമെന്ന് ആരും കരുതണ്ട. സങ്കടങ്ങൾ മാറ്റിടുന്നു, സന്തോഷം നൽകിടുന്നു. അമ്മേ നിൻ രൂപമിൻ കണ്ണിൻ മുന്നിൽ മായാതെ നിൽക്കുന്നു എന്നാത്മാവിൽ. എന്റെ ദേവി, അമ്മേ മൂകാംബികെ, മോൻ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണമെന്നാ ഡോക്ടർ പറഞ്ഞത്. ഓപ്പറേഷൻ നടത്താൻ മാറ്റിവെക്കാൻ പറ്റുന്ന ഒരു ഹൃദയം കിട്ടണ്ടേ? അതാ ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നമായിട്ടിരിക്കുന്നത്. ഹൃദയം കിട്ടാൻ ഒരു വഴിയൊക്കെ ഉണ്ട്, പക്ഷേ അതിന് വേണ്ടപ്പെട്ടവരൊക്കെ മനസ്സ് വെക്കണം. വേണ്ടപ്പെട്ടവരോ? അതെ. ശിവപ്രിയയുടെ കാര്യമൊക്കെ സുഗന്ധിക്ക് അറിയാലോ. 9 വയസ്സുവരെ അവൾക്ക് ആയുസ് പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ അസുഖങ്ങളാ അവൾക്കിപ്പോ ഉള്ളത്. ഏതായാലും 9 വയസ്സിനപ്പുറം ആയുസില്ലല്ലോ. എങ്കിൽ പിന്നെ അവളുടെ ഹൃദയം മണിക്കുട്ടിന് മാറ്റിവെച്ചാലെന്നാ. അതിന് തിരുമേനിയും ശിവപ്രിയൊക്കെ സമ്മതിച്ചോ? തിരുമേനിയോട് സംസാരിച്ചു. അമ്പിലും വെല്ലിലും അടുക്കുന്നില്ല ആള്. ഏതായാലും അവളുടെ ആയുസ് തീരാൻ പോവല്ലേ. അതുകൊണ്ട് എന്റെ മോനെങ്കിലും ഒരു പ്രയോജനമാവട്ടെ എന്ന് വിചാരിക്കുന്നതിൽ എന്താ തെറ്റ്? അതേ സുഗന്ധി, സമയം പോലെ തിരുമേനിയോടും ശിവപ്രിയയോടും ഒന്ന് സംസാരിക്കണേ. ശിവപ്രിയ സമ്മതിക്കും, പക്ഷേ അവളുടെ അച്ഛനാ ഒരു തരത്തിലും സമ്മതിക്കാത്തത്. ആ, സമയാവട്ടെ. അല്ല, ഹൃദയം തരപ്പെട്ട് കിട്ടിയാൽ മാത്രം പോരല്ലോ. ഈ ഓപ്പറേഷനൊക്കെ ഒരുപാട് കാശാവില്ലേ? അത് നേരാ. എങ്ങനെയൊക്കെ കുറഞ്ഞ ചെലവിൽ നടത്തിയാലും 7-8 ലക്ഷം രൂപ വേണമെന്നാ ഡോക്ടർ പറയുന്നത്. ഈ അവസ്ഥയില് ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾ ഇത്രയും വലിയ തുകയൊക്കെ എവിടെ പോയി സംഘടിപ്പിക്കും? വിഷമിക്കാതിരിക്കെ ചേച്ചി. സഹായിക്കാൻ എന്തെങ്കിലും തരത്തിൽ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്റെ പരിചയത്തിൽ ഒരു സ്വാമിയുണ്ട്. അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഒരാശ്രമത്തിലെ സ്വാമിയാ. പറ്റിയാൽ നമുക്ക് ശിവപ്രിയയും മണിക്കുട്ടനെയും കൊണ്ട് അവിടെ വരെ ഒന്ന് പോണം. പക്ഷേ അതാരും അറിയാൻ പാടില്ല. അതിപ്പോ സ്വാമിയെ കണ്ട കാശ് കിട്ടോ? അവസ്ഥകളൊക്കെ നമ്മൾ അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞ നല്ലൊരു തുക ആശ്രമത്തിന്റെ ഭാഗത്തുനിന്ന് സഹായം ഉണ്ടാവും. എങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലും അവിടെ പോണ സുഗന്ധി. പോകുന്നത് ആരും അറിയാതെ വേണം. അതിനുള്ള സാഹചര്യം ഞാൻ ഉണ്ടാക്കാം. എങ്ങനെയെങ്കിലും ഈ കാര്യം നടന്നാൽ മതിയായിരുന്നു. നടക്കുന്നേ. ഓപ്പറേഷന് വേണ്ട പകുതി കാശെങ്കിലും ആശ്രമത്തിന്ന് തരാൻ നമുക്ക് സ്വാമിയോട് പറയാം. ആ, സുഗന്ധിയെ പരിചയപ്പെട്ടത് എന്റെ മോന്റെ ഭാഗ്യമാ. ഉന്തിയും തള്ളിയും ഇനി ഓപ്പറേഷൻ വരെ എങ്ങനെയെങ്കിലും കൊണ്ടുപോവാന്നാ. ചേച്ചി വിഷമിക്കണ്ട. അത്യാവശ്യ കാര്യത്തിനുള്ള കാശ് ഞാൻ തരാം. അയ്യോ, പാമ്പ്! പാമ്പ്! പാമ്പോ? എവിടെ? പാമ്പ്! പാമ്പ് തന്നെയാ, ഞാൻ കണ്ടതാ. എവിടെ? അയ്യോ, എന്നെ കൊത്തിയല്ലോ. അയ്യോ, വാസുകി മുടിയിൽ തിളങ്ങുന്ന ദീപം, കാലനാഗത്തെ ചവിട്ടിയ ദീപം, ഭക്തഹൃദയത്തിലെ ദീപം, നാഗേശ്വര പാലന ദീപം. നമഃ ശിവായ നാഗരാജേശ്വര, ഗംഗാധര കരുണാസാഗര, നാഗഭൂ
തന്നെയാ, ഞാൻ കണ്ടതല്ലേ. ഈശ്വര, അയ്യോ എന്റെ പാമ്പ് കൊത്തി. അയ്യോ, എന്താ എന്താ ഉണ്ടായേ? സുഗന്ധിയുടെ കയ്യിൽ പാമ്പ് കൊത്തിയെന്ന്. പാമ്പോ? എവിടുന്ന്? അയ്യോ. ശിവായ രാജേശ്വര ഗംഗാധര കരുണാസാഗര നാഗഭൂഷണ പരമേശ്വര ശിവ ശിവ ഹര ഹര. എന്തുപറ്റി? എന്താ? അത് പിന്നെ ഒരു സർപ്പം എന്റെ കയ്യിൽ കൊത്തി. സർപ്പോ? ആ ദേ കണ്ടില്ലേ? ഡോക്ടറിന് സുഗന്ധി ആന്റി എങ്ങനെയെങ്കിലും രക്ഷിക്കങ്ങൾ. നിക്ക് മോളെ, ഞാനൊന്ന് നോക്കട്ടെ. ഇത് സർപ്പദംശയേറ്റതല്ലോ. ആണ്, ഞാൻ കണ്ടതല്ലേ. എന്റെ പേഴ്സിൽ നിന്നാ ഒരു ചെറിയ സർപ്പം എന്നെ കൊത്തിയത്. പേഴ്സിൽ നിന്നോ? പേഴ്സിൽ നിന്ന് എങ്ങനെയാ സർപ്പം വരിക? ആഹാ, എങ്കിലും പേഴ്സ് ഒന്ന് പരിശോധിക്കണമല്ലോ. ആ, ഞാനിപ്പോ എടുത്തിട്ട് വരാം. ആ. ദാ, സുഗന്ധിയെ കൊത്തിയ സർപ്പം ഇതാണ്. അല്ല, ഞാൻ കണ്ടതാ. ഒരു ചെറിയ സർപ്പായിരുന്നു അത്. എന്തായാലും ഈ പാട് സർപ്പദംശയേറ്റതിന്റെ അല്ല. അങ്ങനെയാണെങ്കിൽ സർപ്പത്തിന്റെ 2 പല്ലുകൾ പതിഞ്ഞുള്ള മുറിവായിരുന്നേനെ ഇത്. ഇത് ഈ സെപ്റ്റിബിൻ കൊണ്ടുള്ള മുറിവാണ്. എന്റെ ദേവി, ഞാൻ അങ്ങ് ഭയന്നുപോയി. ഞാൻ ആലോചിക്കുകയും ചെയ്തു, പാമ്പായിരുന്നെങ്കിൽ ഞാനും കണ്ടേനല്ലോ. എന്റെ സുഗന്ധി, ഞങ്ങൾ എല്ലാവരും നീ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. എന്തായാലും സുഗന്ധി ഒന്ന് സൂക്ഷിച്ചോളൂ. ഒരു സർപ്പം പിന്നാലെ തന്നെ ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ദാ, പാവം, വല്ലാതെ ഭയന്നിട്ടുണ്ടാവും. ചില സാഹചര്യങ്ങളിൽ അല്പം ഭയം ഉണ്ടാകുന്നത് നല്ലതാ തിരുമേനി.